the outcome of this particular FPO. They started with aggregation, then they came up with procurement, then they slowly came into the processing sector. So as part of aggregation, they provided so many services, extension services, mainly like quality seedlings, which are very essential for a good crop actually, high yielding crops. അതോടൊപ്പം തന്നെ നമ്മൾക്ക് യന്ത്രവൽകൃതവുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു സഹായം ഈ റൈസ് പ്രൊസസർ കമ്പനീൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് കൃഷിക്കാരൻ. അതാണ് അത് വളരെ പ്രധാനമാണ് നമുക്കത്. അതായത് യന്ത്രവൽകൃതത്തോടു കൂടി, അതായത് കൊയ്ത്തയന്ത്രം വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ്റെ പിന്നെ കിട്ടിക്കൊണ്ടിരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ് നമുക്ക് കൃഷിക്കാരന് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ നല്ലൊക്കെ ഉൽപ്പാദനം മുഴുവനും പിന്നെ കർഷക തൊഴിലാളികൾ മറ്റ് ആ രീതിയിൽ കൂലി കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ യന്ത്രവൽകൃതം വന്നതോടുകൂടി, അതേപോലെ തന്നെ ഈ കൊയ്ത്തയന്ത്രം വന്നതോടുകൂടി മുഴുവൻ ഉൽപ്പാദിപ്പിച്ച നെല്ലുകളും കൃഷിക്കാരന് കിട്ടത്തക്ക നിലയിലായി. പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച നെല്ല് നമ്മൾ ആവശ്യം കഴിച്ചിട്ട് ബാക്കി പൂർണ്ണമായും നെല്ല് റൈസ് പ്രൊസസർ കമ്പനി എടുക്കുകയാണ്. അപ്പോൾ ഓരോ കർഷക ഭവനുകളും ഒരു സംരംഭ യൂണിറ്റുകളാകണം. നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നെല്ല് കർഷകനുണ്ടാക്കിയാൽ കർഷകന് അത് അരിയാക്കി മാറ്റാൻ പറ്റണം, പിട്ടുപൊടിയാക്കാൻ പറ്റണം, പത്തരിപ്പൊടിയാക്കി ഗ്രാമീണമായിട്ടുള്ള മാർക്കറ്റിൽ തന്നെ അത് വിറ്റഴിക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ അത്തരത്തിലൊരു ലക്ഷ്യം നമ്മൾ കുറിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ചെറുകിട കാർഷിക യന്ത്രങ്ങൾ കർഷകരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റി. അതിന് ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സബ്സിഡി ഏർപ്പാട് ചെയ്തു. 5 വർഷമായി നമ്മൾ ഈ രംഗത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിക്ക് വേണ്ടി നെല്ല് പുഴുങ്ങി കുത്തിക്കൊടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്. കമ്പനി നേരിട്ട് നെല്ല് ഇവിടെ ഇറക്കിത്തരും, നമ്മളത് അരിയാക്കി കൊടുക്കും. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ പുറമേ കൊണ്ടുവരുന്നവർക്കും നെല്ല് പുഴുങ്ങി കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്ന നെല്ല് അരിയാക്കിയിട്ട് അതും ചെയ്യുന്നുണ്ട്. 1 കിലോ നെല്ല് പുഴുങ്ങി കുത്തിയാൽ 12 രൂപയാണ് നമ്മൾ വാങ്ങുന്നത്. പുഴുങ്ങാൻ 10, കുത്താൻ 2. ഇതിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഇത് ചെയ്യുന്നോ അത്രത്തോളം ഇതിൻ്റെ വരുമാനം. ഒരു ദിവസം എത്രത്തോളം പുഴുങ്ങാൻ പറ്റുന്നുണ്ടോ അത്രയും നമ്മളെ വരുമാനം. കുറവാണെങ്കിൽ പിന്നെ അതുപോലെ കുറവ്. ചെയ്യാൻ പറ്റുന്നത്രോളാണ് അരിയാക്കി കൊണ്ടുപോയിട്ട് ഈ അരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കണ്ണൂർ ജില്ലക്ക് പുറമേയും നെല്ല് ഇവിടെ കൊണ്ടുവന്നിട്ട് അരിയാക്കി കൊണ്ടുപോകുന്നുണ്ട്. കർഷകരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇവിടെയുള്ള കർഷകർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത്. അരിയും ധാന്യങ്ങളുമാണ് നമ്മൾ ഇവിടെ ശേഖരിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യും. കർഷകരെ കൂട്ടായ്മയിലുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അവർക്ക് മാക്സിമം നമ്മൾ വില കൊടുക്കുന്നു. നമ്മൾ പ്രാദേശികമായിട്ട് അവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആവുന്നത് കൊണ്ട് അതിന് നമ്മൾ പുറം മാർക്കറ്റിലുള്ളതിനേക്കാൾ വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ കൂട്ടായ്മയിലൂടെ, ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ കൂട്ടായ്മയിലൂടെ പച്ചക്കറി കൃഷിയായാലും നെൽകൃഷിയായാലും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇന്നും ഞാൻ ഇവിടെ വരുന്ന സമയത്തും എനിക്ക് ആവശ്യമുള്ള കൃഷി ഞാൻ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അത് ഒരു കീടനാശിനി അടിച്ചതുകൊണ്ടല്ല, നമുക്ക് പച്ചക്കായാലും ഏത് സമയം വേണമെങ്കിലും പാടത്തുനിന്ന് പറിച്ച് അതേപോലെ നമ്മുടെ വായിലിടാൻ വേണ്ടി അത്രയും ഉറപ്പുവരുത്തുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ എനിക്ക് പൂർണ്ണ സംതൃപ്തിയോടുകൂടി തന്നെ ഞാൻ കൊടുക്കുന്ന ആ ഒരു ഉപഭോക്താവിന് അത് പൂർണ്ണമായ രീതിയിൽ ഉപകരിക്കാൻ പറ്റും എന്ന രീതിയിൽ തന്നെ ആ ഒരു സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഞാനിവിടെ വിപണനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായി ഈ കമ്പനിയുടെ ഹാൻഡ് ഹോൾഡിംഗ് ഭാഗം മുഴുവൻ
അതായത് ഈ കമ്പനി ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്നത് ബാധ്യതാപരമായിട്ടുള്ള സംഗതികളെല്ലാം ഏറ്റെടുക്കുന്നതിന് നബാർഡ് തയ്യാറായി എന്നുള്ളതും ഈ കാർഷിക കൂട്ടായ്മയെ, ഈ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നതിനേറെ സഹായിച്ചിട്ടുണ്ട്. അത് വാടക ഇനത്തിൽ, അതുപോലെ മിനിമം സ്റ്റാഫിൻ്റെ സാലറി, ബിസിനസ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്, അതുപോലെ കപ്പാസിറ്റി ബിൽഡിംഗ്, ട്രെയിനിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതിന് നബാർഡ് നമ്മളെ ഏറെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് സിസ്റ്റം ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ. ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി ഈ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാദേശികമായി ഇത്തരം സംവിധാനങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലുള്ള ടെക്നിക്കൽ ഇൻപുട്ട് കൂടി കൊടുക്കാൻ ആവശ്യമായ കപ്പാസിറ്റി ഇപ്പോൾ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിയെ സംബന്ധിച്ച് സാധ്യമായിട്ടുണ്ട്. അത് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തു. കൂടുതൽ കമ്പനിയുടെ വരുമാനവും ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ മികവുറ്റ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും.